നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM BJP ഡീൽ എങ്ങനെ നോക്കിക്കാണുന്നു? CPM-ഉം BJP-യുമായി ഇന്നും ഇന്നലെയും തുടങ്ങിയ ഡീലല്ല. 60കളിൽ തന്നെ ഇപ്പോ ഉത്തർപ്രദേശിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പഞ്ചാബിൽ, ബീഹാറിൽ തുടങ്ങി പല സ്ഥലങ്ങളിലും അധികാരത്തിലേക്ക് വരാനും കോൺഗ്രസിനെ താഴെ ഇറക്കാനും കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി എല്ലാ കാലത്തും ജനസംഘം ഉണ്ടാക്കിയ എല്ലാ മുന്നണിയുടെയും ഭാഗമായി ആര് നിന്നിട്ടുണ്ട്? CPM നിന്നിട്ടുണ്ട്. കോൺഗ്രസിനെ താഴെ ഇറക്കുക, കോൺഗ്രസ് മുക്ത് ഭാരത് എന്ന് പറയുന്ന BJP-യുടെ മുദ്രാവാക്യം ഒരുപക്ഷെ 70കളിലും 80കളിലും ഒക്കെ ജനസംഘം പോലും പറയുന്നതിന് മുമ്പ് അത് വ്യക്തമായി പറയുകയും പ്രസംഗിക്കുകയും ചെയ്തത് CPM ആണ്. CPM-നെ സംബന്ധിച്ച് കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ പറഞ്ഞ 60കളിൽ അല്ലെങ്കിൽ 60കളുടെ അവസാനം പല സംസ്ഥാനങ്ങളിലും ജനസംഘവുമായി അവർ ചേർന്നത്. ഇപ്പൊ അവർ പറയുന്ന ഒരു ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ അവർ ജനസംഘവുമായി ചേർന്നത് എന്നാണ്. പക്ഷെ നോക്കൂ, അടിയന്തരാവസ്ഥയുടെ സാഹചര്യത്തിന് അപ്പുറത്ത് RSS നേതൃത്വം കൊടുക്കുന്ന RSS-ഉമായി ഡയറക്റ്റ് ബന്ധമുള്ള ഒരു പൊളിറ്റിക്കൽ സംവിധാനമായിരുന്നു ജനസംഘം എന്ന് ആർക്കാണ് അറിയാത്തത്? ആ ജനസംഘമാണ് പിന്നീട് അതെ അതെ ആ ജനസംഘം തന്നെയാണ് പിന്നീട് BJP ആയി പരിണമിച്ചത് എന്ന് ആർക്കാണ് മനസ്സിലാവാത്തത്? അപ്പോഴാണ് അവർ പറഞ്ഞത് ഞങ്ങൾ BJP-യുമായി കൂട്ടുകൂടിയിട്ടില്ല, ഞങ്ങൾ ജനസംഘവുമായാണ് കൂട്ടുകൂടിയത്. നോക്കൂ, ഇവിടെ പ്രശ്നം എവിടെയാണ്? RSS നാളെ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ ഘടകത്തെ മാറ്റി വേറൊരു പേരിടുന്നു. അപ്പൊ ഇവര് പറയാം ഞങ്ങൾ BJP ആയിട്ട് കൂട്ടുകൂടി, മറ്റൊരുമായി കൂട്ടുകൂടിയില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥമുണ്ടോ? എല്ലാം റൂട്ടഡ് ഫ്രം RSS ആണ്. സംഘ് പരിവാർ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഈ ജനസംഘം ആവട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന BJP ആവട്ടെ. അപ്പൊ അവരുമായി അവരുന്നയിക്കുന്ന ഒരു വാദമാണ് ഏറ്റവും അധികം BJP-യിൽ ചേർന്നിട്ടുള്ളത് കോൺഗ്രസിന്റെ MLA-മാരും MP-മാരും ആണെന്നുള്ളതാണ് അവരുന്നയിക്കുന്ന ഒരു വാദം. നോക്കൂ, അത് 2014 ശേഷമാണ്. ഒരു എക്സസീവ് പവർ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര ഏജൻസികളെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്താകെ ഈ പറയുന്ന പ്രതിപക്ഷ വേട്ട, ആ വേട്ടയ്ക്ക് കേന്ദ്ര സർക്കാർ നേതൃത്വം കൊടുത്തു. 116 കേസാണ് നരേന്ദ്രമോദിയുടെ കാലത്ത് കേന്ദ്ര ഏജൻസികൾ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ രജിസ്റ്റർ ചെയ്തത്. അതിൽ 96 കേസ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ്. നോക്കൂ, കോൺഗ്രസ് നേതാക്കൾക്കെതിരെ. CPM നേതാക്കൾക്കെതിരെ എത്ര കേസുണ്ട്? അപ്പൊ രാജ്യത്താകെ കോൺഗ്രസ് നേതാക്കൾക്ക് ആശയങ്ങളിൽ ദൃഢതയില്ല എന്ന് KPCC പ്രസിഡന്റ് തന്നെ തുറന്നു പറയുന്നുണ്ട്. അതിനെ എങ്ങനെ നോക്കി കാണുന്നു? അപ്പോ അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വലിയ രീതിയിൽ പ്രതിപക്ഷ വേട്ട നടക്കുമ്പോൾ അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പലരും ഒരുപക്ഷെ വിട്ടുപോയിട്ടുണ്ടാവാം. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഞാൻ തിരിച്ചു ചോദിക്കട്ടെ അങ്ങയോട്. ഇന്ന് BJP-ക്ക് കേരള നിയമസഭയിൽ MLA ഉണ്ടോ? എന്താണ് അങ്ങയുടെ അറിവ്? ഇല്ല, MLA ഇല്ല. എന്നാൽ ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നോളം വരെ ടെക്നിക്കലി BJP-ക്ക് കേരള നിയമസഭയിൽ ഒരു MLA ഉണ്ട്. MLA-യുടെ പേര് CC മുകുന്ദൻ എന്നാണ്. അയാളുടെ നിയോജകമണ്ഡലം നാട്ടികയാണ്. CPI MLA ആയിരുന്നു. MLA സ്ഥാനം പോലും രാജിവെക്കാതാണ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം BJP-യിൽ പോയി ചേർന്നത്. അപ്പൊ ടെക്നിക്കലി BJP-ക്ക് കഴിഞ്ഞ നിയമസഭയിൽ ഒരു MLA ആയി. മാറാത്തത് മാറും എന്ന് പറഞ്ഞുകൊണ്ടാണ് BJP-ക്ക് അവിടെ ഫ്ലെക്സ് വെച്ചത്. ആ ഫ്ലെക്സ് വെച്ച് ഇറങ്ങുന്നതിന് മുമ്പ് അവിടുത്തെ MLA BJP-യിലേക്ക് പറയുന്ന മറ്റൊരു വാദമാണ്, ഇപ്പൊ കരുണാകരന്റെ മകള് BJP-യിലാണ്, അതോടൊപ്പം തന്നെ ആന്റണിയുടെ മകൻ BJP-യിലാണ്. അപ്പൊ കോൺഗ്രസ് നേതാക്കന്മാരുടെ മക്കളൊക്കെ തന്നെ BJP-യിൽ ചേരുന്നു. പിന്നെ അവരെങ്ങനെയാണ് പൊതുസമൂഹത്തോട് തുറന്നു പറയുന്നത് എന്ന്? മക്കളുടെ കാര്യമല്ല പറയുന്നത്, നേതാക്കളുടെ മക്കളുടെ കാര്യമല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ പറയുന്നത് നേതാക്കളുടെ കാര്യമാണ്. നേതാക്കളുടെ മക്കൾ അവിടെ നിൽക്കട്ടെ, നേതാക്കളുടെ കാര്യമാണ് ഡയറക്ട്ലി പറയുന്നത്. ആരാണ്? ഞാൻ ഈ പറഞ്ഞ CC മുകുന്ദൻ, മൂന്നാർ MLA രാജേന്ദ്രൻ, അങ്ങനെ 1 ഡസൻ MLA-മാർ, വൈക്കത്ത് മുൻ MLA, ഇങ്ങനെ തുടങ്ങി BJP-യുടെ അല്ലെങ്കിൽ NDA-യുടെ ഈ തവണത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റ് എടുത്താൽ അതിലൊരു മുൻ കോൺഗ്രസ് MLA അങ്ങേക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. എന്നാൽ ഞാൻ 1 ഡസൻ മുൻ CPM MLA-മാരെ കാണിച്ചു തരാം. 1 ഡസൻ. അപ്പോഴാണ് നേതാക്കളുടെ മക്കളുടെ കഥ പറയുന്നത്. നേതാക്കൾ തന്നെ കൂടുവിട്ടുപോയി. MLA-മാർ MLA സ്ഥാനം പോലും രാജിവെക്കാൻ മറന്നുപോയി. CPM-ൽ പോയി, CPM-ൽ നിന്നും CPI-ൽ നിന്നും പോയി BJP-യിൽ ചേക്കേറുകയാണ്. അതായത് പാർട്ടി ഓഫീസ് അടച്ചിട്ട് BJP-യിലേക്ക് പോകുന്ന അവസ്ഥ കേരളത്തിൽ നമ്മൾ കണ്ടു. കേരളത്തിൽ എന്തെങ്കിലും CPM MLA-മാരും MP-മാരും മന്ത്രിമാരും ഒക്കെ BJP-യിൽ ചേരുന്നത് നമ്മൾ ത്രിപുരയിൽ കണ്ടു, ബംഗാളിൽ കണ്ടു, മിസോറാമിൽ കണ്ടു. പക്ഷെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ ഒരു കാലത്തും BJP-യുമായി സന്ധി ചെയ്യില്ല എന്നൊരു നരേഷനായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ അങ്ങേ അടക്കം വെല്ലുവിളിക്കുകയാണ്. എത്ര MLA-മാരാണ്, എത്ര മുൻ MLA-മാരാണ് എവിടെയുള്ളത്? BJP-യുടെ പാനലിലുള്ളത് ഇത്തവണ മത്സരിക്കുന്നതിൽ. നോക്കൂ, അൽഫോൺസ് കണ്ണന്താനം, എന്റെ നാട് കാഞ്ഞിരപ്പള്ളിയാണ്. കാഞ്ഞിരപ്പള്ളിയിലെ CPM-ന്റെ മുൻ MLA ആയിരുന്നു അൽഫോൺസ് കണ്ണന്താനം. അൽഫോൺസ് കണ്ണന്താനം ഇന്ന് BJP-യുടെ മുൻ കേന്ദ്രമന്ത്രിയാണ്.
CPM സ്വതന്ത്രനായി മത്സരിക്കുന്നതുകൊണ്ട് ചിഹ്നമില്ലായിരുന്നു എന്നുള്ളൊരു വ്യത്യസ്തത മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഒരു IAS ഉദ്യോഗസ്ഥനായിരുന്നു, അവിടെ നിന്ന് അദ്ദേഹം വരുന്നു, പിന്നീട് CPM സ്വതന്ത്രനായി മത്സരിക്കുന്നു. അപ്പൊ CPM സ്വതന്ത്രനായി എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ UDF സ്വതന്ത്രനായിട്ടാണല്ലോ G സുധാകരൻ മത്സരിക്കുന്നത്, അല്ലെ? അപ്പൊ G സുധാകരൻ നാളെ ജയിച്ചു വരുമ്പോൾ അയാൾ UDF കാരനല്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ? അൽഫോൺസ് കണ്ണന്താനത്തിന്റെ റൂട്ട് എന്താണ്? റൂട്ട് CPM തന്നെയാണ്. അദ്ദേഹം പിന്നീട് കേന്ദ്രമന്ത്രിയായ ശേഷം അദ്ദേഹത്തിന് വിളിച്ച് വിരുന്നു കൊടുക്കുകയാണ് ചെയ്തത് പിണറായി വിജയൻ, വിരുന്ന്. എന്നിട്ട് പറഞ്ഞത് പരസ്പര സഹകരണം മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞത്. നോക്കൂ, UDF കാലത്ത് അച്യുതാനന്ദൻ ഭരിക്കുമ്പോഴും UPA ഭരണത്തിൽ ഇരിക്കുമ്പോൾ കോൺഗ്രസിൽ നിന്ന് കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ടില്ലേ? ആ സമയത്ത് എന്തായിരുന്നു CPMന്റെ നിലപാട്? എന്നാൽ BJPക്ക് ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാവുമ്പോൾ, കേരളത്തിൽ നിന്ന് BJPക്ക് ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാവുമ്പോൾ അവരുമായി സൗഹൃദം പങ്കിടാൻ വല്ലാത്ത ജിജ്ഞാസയാണ് CPMന് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതെല്ലാം മണ്ഡലങ്ങളിലാണ് ഡീല് പരസ്യമായി അനുഭവപ്പെടുന്നത്? ചെങ്ങന്നൂർ പോലെയുള്ള മണ്ഡലങ്ങളിൽ? അല്ല, ഏറ്റവും ആദ്യം ഡീൽ മനസ്സിലാക്കേണ്ടത് പാലക്കാടാണ്. പാലക്കാട് കോൺഗ്രസും BJPയും തമ്മിലാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി മത്സരം. അവിടെ CPM പിക്ചറിൽ പോലും ഇല്ല. അവർക്ക് വളരെ നാമമാത്രമായ വോട്ട് മാത്രമാണുള്ളത്. CPM സരിനെ പോലും ഇറക്കി ചെയ്യാവുന്ന എല്ലാ രാഷ്ട്രീയ നെറുകേടും ചെയ്തിട്ടും മുന്നോട്ട് വരാൻ പറ്റാത്ത ഒരു മണ്ഡലം. അവിടെ മത്സരിക്കുന്ന BJPയുടെ കാൻഡിഡേറ്റ് ആരാണ്? ശോഭാ സുരേന്ദ്രൻ. എന്താ ശോഭാ സുരേന്ദ്രന്റെ ഐഡന്റിറ്റി? അവർ തന്നെ ഐ ആം ദ ബ്രോക്കർ ബിറ്റ്വീൻ ദ CPM ആൻഡ് BJP എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാനാണ് ഇതിന്റെ ബ്രോക്കറേജ് നടത്തുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരാണ് പറഞ്ഞത് ഞാൻ ഈ പറയുന്ന നമ്മുടെ ജയരാജനെ BJPയിൽ എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നുവെന്നും അമിത്ഷായെ കാണുന്നതിന്റെ വക്ക് വരെ എത്തിച്ചിരുന്നു എന്നും പറയുന്നത്. അതായത് CPM നേതാക്കളെ BJPയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയാണ് ആര്? ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ. ആ ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുകയാണ്. അപ്പൊ അങ്ങനെ മത്സരിക്കുമ്പോൾ CPM വോട്ടുകൾ അവിടേക്ക് ചോർന്നു പോകാതിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ വേണ്ടി അവിടെ നിർത്താൻ. അപ്പൊ അങ്ങ് നേരത്തെ ചോദിച്ചു അൽഫോൺസ് കണ്ണന്താനം സ്വതന്ത്രനല്ലേ എന്ന് ചോദിച്ചാൽ, അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നം പോലും കൊടുക്കാതെ ഇതുവരെ പാർട്ടിയുമായി യാതൊരു ബന്ധമില്ലാത്ത, പാർട്ടിയുടെ അടിസ്ഥാന മെമ്പർഷിപ്പ് ഇല്ലാത്ത, CPM കാരനാണോ എന്ന് സ്വയം പോലും അറിയാത്ത ഏതോ ഒരു NMR റസാഖ് എന്ന് പറയുന്ന ബിരിയാണി കച്ചവടക്കാരനാണ് അവിടെ സ്ഥാനാർത്ഥി. അതിന്റെ ലക്ഷ്യം എന്താ? CPM വോട്ടുകൾ CPMലേക്ക് വരാതെ BJPയിലേക്ക് പോകാനുള്ള ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് പാലക്കാട് ചെയ്തിരിക്കുന്നത്. ഇനി ശബരിമല വിഷയവുമായി അല്ല, അങ്ങനെ കലാശിക്കരുത്. അതിനെ കൂടി കവറപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആന്റി ഇൻകൺവെൻസി വോട്ടുകൾ UDFന് കളക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കളക്ട് ചെയ്യാൻ പറ്റും. അത് കളക്ട് ചെയ്യാൻ സാധിച്ചേ മതിയാവുകയുള്ളൂ. ഞങ്ങളവിടെ 300-400 വോട്ടിന് ജയിച്ച എടുത്തു നിന്നാണ് 18,000 വോട്ടിന് കഴിഞ്ഞ തവണ ജയിച്ചത്. അതിലും വലിയൊരു വിജയം അവിടെ ഉണ്ടാവും. നോക്കൂ, ഈ ശബരിമലയാണല്ലോ BJP ഏറ്റവും കൂടുതൽ വിശ്വാസികളുടെ സംരക്ഷകരാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്തത്. ശബരിമല കടന്നു പോകുന്ന മണ്ഡലങ്ങൾ റാന്നി, കോന്നി, അങ്ങ് സൂചിപ്പിച്ച ചെങ്ങന്നൂര്, ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട ദേവസ്വം മന്ത്രിയുടെ മണ്ഡലം ഈ പറയുന്ന ഏറ്റുമാനൂർ, ഇവിടെയൊക്കെ BJPക്ക് എന്താ സ്ഥാനാർത്ഥി ഇല്ലാത്തത്? താമര ചിഹ്നത്തിൽ എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥി ഇല്ലാത്തത്? അവിടെയൊക്കെ മിനിഞ്ഞാന്ന് വരെ കുന്നത്തുകാട് ഉണ്ടായിരുന്ന ഒരു മാഗാ പാർട്ടി ഇന്നതൊരു ചക്ക പാർട്ടിയാണ്. ആ ചക്ക പാർട്ടിയുടെ ഈ പറയുന്ന കാൻഡിഡേറ്റ്സിനെ നിർത്തിയിരിക്കുകയാണ്. അതിന്റെ ലക്ഷ്യം എന്താ? അതിന്റെ ലക്ഷ്യം ഈ ആന്റി ഇൻകൺവെൻസി വോട്ടുകളെ അതിനെ സ്പ്ലിറ്റപ്പ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ മുമ്പിൽ പോകുന്നത്. കോൺഗ്രസിന് അനുകൂലമായി വരാൻ സാധ്യതയുള്ള വോട്ടുകൾ BJPക്ക് CPMന് കിട്ടാൻ സാധ്യതയില്ലാത്ത വോട്ടുകൾ കൂടി CPMന് കൊടുക്കുക. ഇതിന് പിന്നെ അടിസ്ഥാനപരമായ ഒരു തത്വമുണ്ട്. എന്താണെന്നറിയാം, BJP കേന്ദ്ര നേതൃത്വത്തെ സംബന്ധിച്ച് അവർക്ക് CPM ഇവിടെ അധികാരത്തിൽ വരുന്നൊന്നും യാതൊരു വലിയ പ്രശ്നമൊന്നുമില്ല. കാര്യം അവർ കേന്ദ്രത്തിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം കേരളത്തിൽ നടക്കുന്നുണ്ട്. PM ശ്രീ നടക്കുന്നുണ്ട്. ഈ പറയുന്ന RSS BJP ഡീലിന് വേണ്ടി അജിത് കുമാറും ദത്താത്രേയ ഹൊസബിളയും കാണുന്നുണ്ട്. പാലക്കാട് പേര് ചോദിച്ച് മുസ്ലിങ്ങളെ തല്ലിക്കൊല്ലുന്നുണ്ട്. കരോൾ സംഘത്തിന് നേരെ ആക്രമണം നടക്കുന്നുണ്ട്. കേരളത്തിൽ തീവ്രവാദ പരിപാടികളുടെ ഭാഗമായി കളമശ്ശേരിയിൽ സ്ഫോടനം നടക്കുന്നുണ്ട്. ഇതിനൊന്നും പ്രശ്നമില്ല. അപ്പൊ BJPയെ സംബന്ധിച്ച് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അത് CPM അധികാരത്തിൽ ഇരുന്നാൽ നടക്കും. 1. 2, CPM മൂന്നാമത് അധികാരത്തിൽ വന്ന ഒരിടത്തും CPM നിലനിന്നിട്ടില്ല. ബംഗാളിൽ 3 തവണ അധികാരത്തിൽ വന്നു. പിന്നീട് അധികാരത്തിന്റെ പരിസരത്തേക്ക് വരാൻ ആർക്കും പറ്റിയിട്ടില്ല, CPMന് പറ്റിയിട്ടില്ല. ത്രിപുരയിൽ അധികാരത്തിലേക്ക് 3 തവണ അടുപ്പിച്ചിരുന്ന ശേഷം ത്രിപുരയിൽ പിന്നീട് വരാൻ പറ്റിയിട്ടില്ല. അങ്ങനെ CPM 3 തവണ അധികാരത്തിൽ ഇരുന്നാൽ പിന്നീട് CPM നാമാവശേഷമാവുന്നത് ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്.